നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം തളപതി വിജയ്, അതായത് വിജയ് ഇപ്പം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയേക്കാണ്. അതുകൊണ്ട് കേരളത്തിലുള്ള ഫാൻസിനായാലും തമിഴ്നാട് ഫാൻസിനായാലും പലർക്കും പഴയതുപോലുള്ള ഒരു ആവേശമോ അല്ലെങ്കിൽ ഒരു 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 സപ്പോർട്ടോ അല്ലെങ്കിൽ ഒരു വാശിയോ ഒന്നുമില്ല. പുള്ളിയുടെ പടങ്ങൾ ഇറങ്ങുമ്പോൾ ഒരു സപ്പോർട്ട്, ഫസ്റ്റ് ലുക്ക് വരെ ലൈക്കിന് റെക്കോർഡ് ഇടാൻ വേണ്ടി ശ്രമിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അതുപോലെ തന്നെ ട്രെയിലർ ടീസറൊക്കെ ഇറങ്ങുമ്പോഴത്തേന് ഏകദേശം ഇറങ്ങി 1 മിനിറ്റിനുള്ളിലൊക്കെ 100K ലൈക്ക്, അതുപോലെ 1 മണിക്കൂറിനുള്ളിൽ 1 മില്യൺ ലൈക്കൊക്കെ അടിച്ച് റെക്കോർഡ് ഇട്ടിരുന്ന സമയം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം വിജയുടെ ഒരു സിനിമയുടെ ഒരു പോസ്റ്ററോ അല്ലെങ്കിൽ ഫസ്റ്റ് ലുക്കോ ഇറങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് സിംഗിളൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ആരും അങ്ങനെ വലുതായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതൊന്നും കാണുന്നില്ല. കാരണം ഫാൻസിനടക്കം ഭയങ്കരമായിട്ട് നിരാശയായി പുള്ളി സിനിമയൊക്കെ നിർത്തി രാഷ്ട്രീയത്തിലേക്ക് പോകുമെന്ന് അറിഞ്ഞപ്പോൾ. അത് മെയിനായിട്ട് അടിയായത് കേരളത്തിലുള്ള ഫാൻസിനാണ്. തമിഴ്നാട്ടിലുള്ള ഫാൻസ് എന്ന് പറഞ്ഞാൽ അവരെല്ലാം അങ്ങ് കൺവേർട്ടായിട്ട് പാർട്ടിയിലോട്ടങ്ങ് ചേർന്ന്, തമിഴക വെട്രിക്കഴകം എന്ന് പറഞ്ഞ് പുള്ളി തുടങ്ങിയ പാർട്ടിയിലോട്ട് ചേർന്നു. അടുത്ത ഇലക്ഷന് പുള്ളി പാർട്ടി നിൽക്കാൻ പോവാണ്. 140 സീറ്റ് പിടിച്ചാലാണ് തമിഴ്നാട് ഭരിക്കാൻ പറ്റുന്നത്. 140 സീറ്റ് വിജയുടെ പാർട്ടി പിടിച്ചു കഴിഞ്ഞാൽ അടുത്ത മുഖ്യമന്ത്രി വിജയാണ് തമിഴ്നാട്ടിലെ. അപ്പം പറഞ്ഞു വന്നത്, പുള്ളി നിലവിൽ വിജയ് പ്രഖ്യാപിച്ചേക്കുന്നത് അടുത്തതായുള്ള ഒരു ചിത്രം, പുള്ളിക്ക് ഒരു ചിത്രമുണ്ട്. ആ ചിത്രം കഴിഞ്ഞ് കഴിഞ്ഞാൽ സിനിമ നിർത്തുവാണ്. ചിത്രത്തിൻ്റെ പേരൊക്കെ അനൗൺസ് ചെയ്തായിരുന്നു, അതെല്ലാവർക്കും അറിയാം. ജനനായകൻ, ഇതാണ് ചിത്രത്തിൻ്റെ പേര്. ഈ പടം ഡയറക്റ്റ് ചെയ്യുന്ന എച്ച് വിനോദാണ്. അദ്ദേഹത്തിൻ്റെ അവസാനമായി ഇറങ്ങിയ 2 പടങ്ങളും വലിയ റിപ്പോർട്ടുകളൊന്നും വരാത്ത, വലിയ സപ്പോർട്ടൊന്നും കിട്ടിയ, അല്ലെങ്കിൽ പോസിറ്റീവ് റിപ്പോർട്ടൊന്നും വരാത്ത അത്ര കിടിലം പടമൊന്നുമല്ല. തുനിവും ഇതുമായിരുന്നു. 2 അജിത്തിനെ വെച്ചെടുത്താണ്, വലിമയും തുനിവും. അപ്പം പക്ഷേ പുള്ളിയുടെ തീരൻ അധികാരമുണ്ടെന്ന് പറഞ്ഞ സിനിമയുണ്ട്. വൺ ഓഫ് ദ ബെസ്റ്റ് സിനിമ ഇൻ ഇന്ത്യ, അത്ര അതിന് പറയാനുള്ളൂ. കൂടുതൽ ഡെഫിനിഷനൊന്നുമില്ല. വൺ ഓഫ് ദ ബെസ്റ്റ് സിനിമ ഇൻ ഇന്ത്യ, അതാണ് തീരൻ അധികാരമുണ്ടെന്ന് പറയുന്ന ചിത്രത്തിന് പറയാനുള്ളത്. പിന്നെ അതിന് മുമ്പ് സദരംഗൈ വേട്ട എന്ന് പറയുന്നൊരു സിനിമയുണ്ട്. അത് പറയുന്നത് വൺ ഓഫ് ദ ബ്രില്യൻറ്റ് സിനിമ, തമിഴ് സിനിമ ഇൻഡസ്ട്രിയിൽ ഇതുവരെ ഇറങ്ങിയിട്ടുള്ളതിൽ വൺ ഓഫ് ദ ബ്രില്യൻറ്റ് സിനിമ, അതെനിക്ക് പറയാനുള്ളൂ. കാരണം ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് ഒരു ഗംഭീര ചിത്രം. ഈ 2 സിനിമയും കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഭയങ്കര നഷ്ടമാണ്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് പറയാണ്, നിങ്ങൾ സദരംഗ വേട്ടയും തീരൻ അധികാരമുണ്ട് എന്ന് പറയുന്ന ചിത്രവും കണ്ടിട്ടില്ലെങ്കിൽ ഭയങ്കര നഷ്ടമാണ്. കാരണം ഈ 2 സിനിമയും അന്യായ സിനിമകളാണ്. അപ്പം ഇത് 2 എടുത്തിട്ട് വലിമയെ ഡയറക്റ്റ് ചെയ്യാൻ വന്ന സമയത്ത് ഇപ്പോൾ ലോകേഷിന് നെൽസനൊക്കെ കിട്ടിയ പോലൊരു ഹൈപ്പായിരുന്നു എച്ച് വിനോദിനുണ്ടായിരുന്നു. പക്ഷെ അത് ഈ തുനിവും വലിമയും എടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും അതങ്ങ് പോയി, പുള്ളിയങ്ങ് ഡൗൺ ആയിപ്പോയി. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ എച്ച് വിനോദ് എന്ന് പറയുന്ന ഡയറക്ടറാണ് അടുത്ത സിനിമയായ വിജയുടെ അടുത്ത സിനിമയായ ജനനായകൻ എടുക്കുന്നത്. അപ്പോൾ ഈ സിനിമ ജനുവരി 9-നാണ് റിലീസ് തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പം പറഞ്ഞു വന്നത്, ഈ സിനിമയുടെ ഓഡിയോ ലോഞ്ച് മലേഷ്യയിലാണ് നടത്താൻ വേണ്ടിയിരിക്കുന്നത്. ഡിസംബർ 27, ഈ വർഷം ഡിസംബർ 27-ന് മലേഷ്യ വെച്ചാണ് നടത്താനിരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിലവിൽ പുള്ളി രാഷ്ട്രീയമൊക്കെ ഇറങ്ങിയതുകൊണ്ട്, സിനിമ ഇൻഡസ്ട്രി വിട്ടതുകൊണ്ട്, പൊതുവെ ഇപ്പോൾ ഈ പുള്ളിയുടെ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടെങ്കിൽ അവിടെ ഭയങ്കര ജനക്കൂട്ടമാണ്. ഇപ്പോൾ ചെന്നൈയിൽ ഫസ്റ്റ് മാനാട് നടന്നപ്പം ഏകദേശം 3 ലക്ഷം 4 ലക്ഷം പേർക്കെങ്ങാണ്ടായിരുന്നു വേദി ഒരുക്കിയിരുന്നത്. പക്ഷെ വന്നത് 10 ലക്ഷം പേരാണ്. അപ്പം പുള്ളിയുടെ അവസാന ഓഡിയോ ലോഞ്ച്, സിനിമയുടെ അവസാന ഓഡിയോ ലോഞ്ച് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ നടത്തുകയാണെങ്കിൽ ആ പരിപാടി നടത്താൻ പറ്റത്തില്ല. അവിടെ ഭയങ്കര ജനക്കൂട്ടം വന്ന് ഭയങ്കര വിഷയം ഉണ്ടാവും. പോലീസിനൊന്നും നിയന്ത്രിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ജവഹർലാൽ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയം എന്ന് പറഞ്ഞ് ചെന്നൈയിൽ ഒരു സ്റ്റേഡിയം ഉണ്ട്, ഏറ്റവും വലിയ സ്റ്റേഡിയം, ഓഡിയോ ലോഞ്ച് നടത്തുന്നത് ഇപ്പോൾ കൂലിയുടെ നടന്നത്. ആ സ്റ്റേഡിയത്തിൽ ഒരു കപ്പാസിറ്റി ഒരു 1 ലക്ഷം അല്ലെങ്കിൽ ഒരു 70,000 പേരൊക്കെയാണ് അതിൻ്റെ ഒരു കപ്പാസിറ്റി എങ്കിൽ വെച്ച് അവിടെ ജനം വന്ന് മറിയും. അത് ഭയങ്കരമായിട്ടുള്ള സിറ്റിയിൽ പ്രശ്നം ഉണ്ടാകുന്നൊരു കാര്യമാണ്. കാരണം പുള്ളിയുടെ അവസാനത്തെ ഓഡിയോ ലോഞ്ച് ഒന്ന് കാണാൻ വേണ്ടി ജനങ്ങൾ അത്രയും തടിച്ചു കൂടും. കാരണം ഒരു പാർട്ടി നേതാവും കൂടെ ആയി പുള്ളി മാറി. അപ്പോൾ അത് മറികടക്കാൻ വേണ്ടിയാണ് പുള്ളി ഇപ്പം മലേഷ്യയിൽ ബുക്കിറ്റ് ജലീൽ എന്ന് പറയുന്നൊരു സ്റ്റേഡിയം ഉണ്ട് മലേഷ്യയിൽ. നമ്മൾ അറിയാൻ കഴിഞ്ഞ ഒരു വിവരം വെച്ച് പറയുകയാണെങ്കിൽ, തമിഴിലെ ഒട്ടുമിക്ക നായകന്മാരെയും അല്ലെങ്കിൽ സ്റ്റാർസിനെ എല്ലാം അവിടെ ക്ഷണിക്കുന്നുണ്ട് വിജയ്. ഇപ്പോൾ നിലവിലുള്ള തമിഴിലെ അത്യാവശ്യം വലിയ വലിയ സ്റ്റാറുകളെല്ലാം ഒരു ഇൻവിറ്റേഷൻ കൊടുത്തു, അതിഥികളായിട്ട് ക്ഷണിച്ച് ഓഡിയോ ലോഞ്ച് നടത്താനുള്ള പരിപാടിയാണ്. കാരണം പുള്ളി സിനിമ കരിയർ നിർത്താൻ പോകുന്നു എന്ന് പറഞ്ഞാൽ സിനിമയുടെ അവസാനത്തെ ഓഡിയോ ലോഞ്ച് എന്ന് പറയാൻ പറ്റും. നാളെ പുള്ളി ഭാവിയിൽ തിരിച്ചു വരുന്നെന്ന് പറയുന്നത് അത് വേറെ വിഷയം. പക്ഷേ നിലവിൽ പുള്ളി നിർത്താൻ പോവുകയാണ് ഈ സിനിമ കഴിയുമ്പോൾ. അപ്പം മലേഷ്യയിൽ വെച്ചാണ് ഓഡിയോ ലോഞ്ച് നടത്താൻ പോകുന്നത്. എല്ലാ സ്റ്റാർസും കാണും. അപ്പം ഇൻവിറ്റേഷൻ കൊടുത്ത ആൾക്കാർ മാത്രമേ ഓഡിയോ ലോഞ്ചിനകത്ത് കാണത്തുള്ളൂ. പിന്നെ കുറേ ജനങ്ങളും കാണും. മലേഷ്യയിലൊക്കെ ശരിക്കും തമിഴ് ആൾക്കാർ ശരിക്കുള്ളൊരു സ്ഥലമാണ് മലേഷ്യ. അപ്പം ഇങ്ങനെയാണ് ഈ സിനിമയുടെ അവസാനത്തെ റിപ്പോർട്ട്. കാരണം ഇപ്പം മാനാട് എന്ന് പറഞ്ഞ് ഇവിടെ ചെന്നൈയിൽ ഇപ്പം മധുരയിൽ നടക്കാൻ പോകണം. ഭയങ്കര വലിയൊരു സ്റ്റേജാണ് പണിയുന്നത്. സ്റ്റേജും അതുപോലെ അതിൻ്റെ ഒരു ആളുകളെ ഒക്യുപ്പ് ചെയ്യാനുള്ള എത്രയോ ഏക്കർ സ്ഥലമാണ് അത് ഒരുക്കിയിരിക്കുന്നത്. അതിനേക്കാൾ അപ്പുറം ആൾ വരും, അത് വേറെ കാര്യം. അപ്പം വിജയ് അടുത്തൊരു ജനനായകൻ എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞാൽ വിജയ് ഇല്ല. ഇനി അടുത്ത സിനിമ എന്ന് പറഞ്ഞില്ല. 2026 അസംബ്ലി ഇലക്ഷൻ, അതായത് നിയമസഭാ ഇലക്ഷൻ തമിഴ്നാട്ടിൽ പുള്ളി മത്സരിക്കും. ജയിച്ചാൽ പുള്ളി തമിഴ്നാട് ചീഫ് മിനിസ്റ്ററാണ്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് വെയിറ്റ് ചെയ്യാം സിനിമയ്ക്ക് വേണ്ടി. അപ്പോൾ ഗുഡ് ബൈ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.